ചോദിക്കാണ്. അപ്പൊ പണ്ട് ജയറാമന്റെ ദ കാർ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ വിജയ് ദേവരകൊണ്ടൊരു ടാക്സി വാല എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. കാറാണ് പ്രേതം, പക്ഷെ ഇതിൽ കാറ് പ്രേതമല്ല. കാറിലൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് ആ കാർ ഓൺ ചെയ്തിരുന്ന ആളാണ് എറിക്. അപ്പോ ആ കാറിലൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പ്രസൻസ് എന്നും കാറിലും ഉണ്ട് പ്രസൻസ്. ഒരു വീട്ടിലേക്ക് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലും വരും. പിന്നെ ഇതിനെവിടെ എന്താ സംഭവിച്ചാൽ അവിടെയും പ്രസൻസ് ഉണ്ടാവും. ഈ 3 സ്ഥലത്താണ് അതിന്റെ പ്രസൻസ്. കാറ് സഞ്ചരിച്ച ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ പ്രേതത്തിന് റിയാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ കഥ പറഞ്ഞു പോയിരിക്കുന്നത്. അല്ലാതെ പ്രേതമായിട്ട് അങ്ങനെ കാറ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇല്ല ഇല്ല, ഇത് ഒരു ഡിഫറെന്റ് സ്റ്റോറിയാണ്. ഇതിപ്പോ പടം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഏതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സ്റ്റോറി ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളത്. എലിമെന്റ്സ് ഒക്കെ ഹൊറർ എന്ന് പറയുമ്പോൾ അതിന്റെ ചെറിയ ചെറിയ എലിമെന്റ്സ് ഒക്കെ ചിലപ്പോൾ കയറി വരും. അതല്ലാതെ വേറൊരു സ്റ്റൈലിൽ പോകുന്ന അല്ല, ഇത് നമുക്ക് ഏത് ഭാഷയിലും ഡബ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. തമിഴില് ചെയ്യാം, തെലുങ്കില് ചെയ്യാം, കന്നഡത്തിൽ ചെയ്യാം, ഹിന്ദിയിൽ ചെയ്യാം, ഏത് ഭാഷയിലും ചെയ്യാം. ബിക്കോസ് ഇത് ലണ്ടനിലൊക്കെ ആയതുകൊണ്ട് അതിന്റെ വിഷ്വൽസ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ ഡയലോഗ്സ് കുറച്ച് കുറവാണ് ഇതിൽ. നമ്മൾ ഒരുപാട് ഡയലോഗ് ഒന്നും ഈ സിനിമയിൽ പറയുന്നില്ല. ചെറിയ ചെറിയ ഡയലോഗുകൾ, ആവശ്യത്തിനുള്ള ഡയലോഗുകൾ. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതല്ലെങ്കിൽ ടെൻഷനിലിരിക്കുന്നു. പേടിച്ചിട്ടുണ്ടോ ചോദിച്ചാ സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. നമ്മള് ഫിലിം ചെയ്യുമ്പില്ലേ, ഒരു മൂവി സെറ്റ് ആണല്ലോ. അപ്പൊ ഇവര് സെറ്റൊക്കെ ഉണ്ടാക്കുമ്പോ കറക്റ്റ് മറ്റേ ആ രീതിയിൽ ആ ലുക്കിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഒന്ന് കേറുമ്പോ ജസ്റ്റ് നമ്മള് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന സിനിമ കാണുന്ന പോലെ അതിന്റെ ഉള്ളിലോട്ടേ നമ്മള് ചവിട്ടി കയറുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഫീലൊക്കെ ഉണ്ട്. നല്ല രസം. ഇതിനകത്ത് 2 പാട്ടുണ്ട്. ഒരു പാട്ട് കുറച്ചേ ഉള്ളൂ. പിന്നെ ഒരു പാട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് മ്യൂസിക്കില്, അവരാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അതൊരു ഈ സിനിമയുടെ ഒരു നക്ഷലല്ല, അതിന്റെ ഒരു അണ്ടർകറന്റ് അത് പറയുന്ന ഒരു പാട്ടാണ്. അത് ഞാൻ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്, അതേ ഉള്ളൂ. പിന്നെ നമ്മള് അവിടെ ഈ സിനിമയിൽ എന്താ വെച്ചാൽ ഇതൊരു പ്രേതത്തിന്റെ കഥ. ഈ കാറ് ആളില്ലാതെ ഓടുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അത് ലണ്ടനിൽ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഗ്രാഫിക്സ് ഒന്നല്ല, അതല്ലാതെ നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്